നടൻ ബാലയുടെ ഭാര്യ എന്നതിലുപരി ഒരു ഡോക്ടറാണ് എലിസബത്ത് ഉദയൻ. ഇരുവരുടെയും വിവാഹം കഴിഞ്ഞതു മുതൽ ബാലയുടെ കൂടെ പലപ്പോഴും എലിസബത്തും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. എന്നാൽ ഇരുവരുടെയും ദാമ്പത്യം അത്ര സുഖകരമല്ലെന്നാണ് ഇതുവരെയും പുറത്തുവന്ന വാർത്തകളിലെല്ലാം സൂചിപ്പിക്കുന്നത്. നിലവിൽ രണ്ടാളും വേർപിരിഞ്ഞ് കഴിയുകയാണെന്നാണ് വിവരം. അതേസമയം യൂട്യൂബ് ചാനലിലൂടെയും FBയിലുമൊക്കെ തന്റെ വിശേഷങ്ങളും എലിസബത്ത് പങ്കുവെക്കാറുമുണ്ട്. അത്തരത്തിലൊരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം എലിസബത്ത് പങ്കുവച്ചിരുന്നു. എല്ലാവരും അറിഞ്ഞിരുന്നല്ലോ, ഞാനൊരു ടൂർ പോയിരുന്നു. ഡാഡിയും മമ്മിയുമായിട്ടാണ് പോയത്. ഏകദേശം 7ഓളം രാജ്യങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്തു. ഒരു ടീമിനൊപ്പമാണ് പോയത്. മൊത്തം 40ഓളം പേരുണ്ടായിരുന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് അതുപോലൊരു ട്രിപ്പ് അത്രയും ആവശ്യമായിരുന്നു എന്നാണ് പിന്നീട് തോന്നിയതെന്ന് ഡോക്ടർ പറയുന്നു. ഇനി എന്ത് വേണമെന്ന ചോദ്യചിഹ്നത്തിൽ നിൽക്കുമ്പോഴാണ് അത്തരത്തിലൊരു ട്രിപ്പ് നടത്തിയത്. ജീവിതത്തിൽ ഇനി എന്ത് വേണമെന്ന് ഒന്നും അറിയാതെ നിന്നപ്പോഴാണ് അങ്ങനെയൊരു യാത്ര പോകാൻ പറ്റിയത്. ഇത്രയധികം രാജ്യങ്ങൾ കണ്ടപ്പോഴാണ് ഇനിയും കുറേയധികം കാഴ്ചകൾ കാണാനുണ്ടെന്ന് മനസ്സിലായത്. മുൻപൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഫാമിലി വേണം, കുഞ്ഞുങ്ങൾ വേണം, കുറെ ട്രിപ്പ് പോകണം, അവരുടെ പഠിപ്പ്, അവരുടെ ഒപ്പമുള്ള നിമിഷങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തു വച്ചിരുന്നു. പിന്നെ ഒരു സമയത്ത് ഒരു ആഗ്രഹവും ഇല്ലാതെയായി. ആളുകളോട് കൂടുതൽ അടുക്കാനും അറ്റാച്ച്മെന്റ് വെക്കാനുമൊക്കെ പേടിയുണ്ടായിരുന്നു. ആ സമയത്താണ് ട്രിപ്പ് പോകുന്നത്. അതിലുണ്ടായിരുന്ന 40 പേരും എനിക്കൊരു കുടുംബം പോലെയാണ് തോന്നിയത്. ഇനിയും കുറെ ട്രിപ്പ് നടത്തണമെന്നും ഇനിയും കുറെ രാജ്യങ്ങളും അവിടുത്തെ കൾച്ചറും ഫുഡും എക്സ്പ്ലോർ ചെയ്യണമെന്നുമൊക്കെയുള്ള ആഗ്രഹങ്ങൾ ബാക്കിയാണ്. എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പ്രചോദനമുണ്ടാകൂ. ഇപ്പോൾ അത്തരത്തിൽ കുറെ ആഗ്രഹങ്ങൾ എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതിന് തുടക്കം കുറിച്ചതാണ് ഈ യാത്രയിലൂടെ. ഇനിയും ഒരുപാട് യാത്രകൾ ജീവിതത്തിൽ നടത്താൻ ബാക്കിയുണ്ട്. അങ്ങനെ എന്റെ ജീവിതത്തിൽ നല്ലൊരു കാര്യം നടന്നു. യാത്രകളുടെ വിശേഷങ്ങൾ എല്ലാം ഒരു വ്ലോഗായി പങ്കിടാനാണ് ആഗ്രഹിക്കുന്നത്. അത് ഓരോന്നായി തന്റെ ചാനലിലൂടെ അറിയിക്കുമെന്നും എലിസബത്ത് വീഡിയോയിൽ പറയുന്നു.